ഒരു പുസ്തകത്തെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ ജീവിതത്തിലുടനീളം കൂട്ടായി വരുന്ന നല്ലൊരു സുഹൃത്തിനെ നാം കണ്ടെത്തുകയാണ്. ഒരു കൃതി വായിക്കുമ്പോൾ ഒരു വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ ജീവിതത്തെ നമ്മൾ അറിയുകയാണ്. ആ അറിവാകട്ടെ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ ജീവിക്കരുത് എന്നുമുള്ള വെളിച്ചമാണ് മനസ്സിൽ നിറക്കുക. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തെ കൂടുതൽ ജീവിതയോഗ്യമാക്കാൻ പുസ്തകങ്ങൾ പ്രയോജനപ്പെടുമെന്ന നില വരുന്നത്. നമ്മുടെ സമൂഹത്തെ ജീവിതയോഗ്യമല്ലാതെയാക്കുന്ന വിധത്തിൽ മനുഷ്യനെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിക്കുന്നതും ജാതിസ്പർദ്ധയും മതസ്പർദ്ധയും വളർത്തുന്നതുമായ കുൽസിത നീക്കങ്ങളും ഉണ്ടാവുന്നു. ഒരു സമൂഹമെന്ന നിലക്ക് സ്നേഹത്തോടെയും സമാധാനത്തോടെയുമുള്ള നമ്മുടെ മുന്നോട്ടു പോക്കിനെ അസ്ഥിരപ്പെടുത്താനുള്ള ആസൂത്രിത ശ്രമങ്ങളുണ്ടാകുന്നു. ഇതിനൊക്കെ എതിരെ ജാഗ്രത പുലർത്താനും നമ്മുടെ ഒരുമയെ തകർക്കാൻ ഉദ്ദേശിച്ചുള്ള നീക്കങ്ങളെ ചെറുക്കാനും എഴുത്തുകാരും വായനക്കാരും ഉൾപ്പെടെ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും മുന്നിട്ടിറങ്ങണം. അതിനും കൂടി ഉതകണം ഇത്തരം പുസ്തകോത്സവങ്ങൾ. കഴിഞ്ഞ പുസ്തകോത്സവത്തിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. യുനെസ്കോയ്ക്ക് ഓരോ വർഷവും ഓരോ നഗരത്തെ ലോക പുസ്തക തലസ്ഥാനമായി അംഗീകരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ഡൽഹി ഈ വിധത്തിൽ ഒരിക്കൽ അംഗീകരിക്കപ്പെട്ടിരുന്നു. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നഗരത്തിന് യുണൈറ്റഡ് നേഷൻസിൻ്റെ പുസ്തക തലസ്ഥാനം, വേൾഡ് ബുക്ക് ക്യാപിറ്റൽ എന്ന പദവിക്ക് അർഹതയുണ്ടെങ്കിൽ ആദ്യം തന്നെ പരിഗണനയ്ക്ക് വരേണ്ടത് നമ്മുടെ ഈ കേരളത്തിൻ്റെ നഗരങ്ങളാണ്.